ഹലോ ഗായ്സ്, നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഇറാൻ US യുദ്ധത്തെ പറ്റിയാണ്. അപ്കമിങ് വാർ. അപ്പം ഇപ്പം പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഇപ്പം ഇറാനെ ആക്രമിക്കും, ഇന്നാക്രമിക്കും, നാളെ ആക്രമിക്കും. കാര്യം വെച്ചാൽ ഇറാനിൽ റവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ ഏകദേശം ലക്ഷക്കണക്കിന് പേരെ തുറങ്കിലടച്ചു, ലക്ഷക്കണക്കിന് പേരെ, ആയിരക്കണക്കിന് പേരെ കൊന്നു, ഒരു 10-20,000 പേര് മരിച്ചെന്നാണ് പറയുന്നത്. അപ്പം അവിടെ ഫ്രീഡത്തിന് വേണ്ടിയുള്ള ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അമേരിക്കയെ ഹെൽപ്പിന് വേണ്ടി വിളിച്ചിരിക്കുകയാണ് ഇറാൻ ജനത. പക്ഷേ ട്രംപ് ഇപ്പം ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. ഉടക്കി സാമി തേങ്ങ എന്ന് പറയുന്ന പോലെ സാമി തേങ്ങ ഉടയ്ക്കുന്നില്ല, പിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രണ്ട് കൂട്ടരുണ്ട്. ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടരുണ്ട്, ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷൻ മാറി ഫ്രീഡം വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്ത് സംഭവിക്കും. ചിലർ പറയുന്നു ഇറാൻ്റെ ഹൈപ്പർസോണിക് മിസൈലുകളുണ്ട്, അത് US-ൻ്റെ താവളങ്ങൾ ആക്രമിക്കും. ശരിയാണ്, ഇറാൻ്റെ കയ്യിൽ ഹൈപ്പർസോണിക് മിസൈലുകളുണ്ട്, US-ൻ്റെ താവളങ്ങൾ ആക്രമിക്കാം. അപ്പം അതിനെയൊന്നും തടയാൻ US-ൻ്റെ കയ്യിൽ ആയുധങ്ങളില്ല. കാര്യം ഹൈപ്പർസോണിക് മിസൈലുകൾ റഷ്യൻ ടെക്നോളജി, റഷ്യയിൽ ഇപ്പം ഹൈപ്പർസോണിക് മിസൈൽ ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട്. റഷ്യയാണ് ആദ്യം കൊണ്ടുവന്നത്. അപ്പോൾ അത് പല രാജ്യങ്ങൾക്കും ഇപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇറാന് ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് അമേരിക്കയുടെ കപ്പലുകളെ തകർക്കാൻ പറ്റും. പക്ഷേ അതിനു മുന്നേ തന്നെ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് ഉപയോഗിച്ച് ഇറാന് അല്ല ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ ഇവരുടെ ബാലിസ്റ്റിക് മിസൈലുകളെല്ലാം തകർക്കാൻ പറ്റും. പിന്നെ അവർക്ക് കുറച്ച് മിസൈലുകളെ അമേരിക്കയുടെ താവളങ്ങളിലേക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ആക്രമിക്കുന്നു എന്നനുസരിച്ചിരിക്കും സംഭവത്തിൻ്റെ വിജയം. കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് ട്രംപ് ഇറാനെ ഹെൽപ്പ് ചെയ്യണം, ഇറാനിലെ അയത്തുള്ള ഖുമേനിയുടെ ഭരണം അവസാനിപ്പിക്കണം, അവിടെ IRGCയുടെ മെയിൻ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ തന്നെ ഇറാന് ഭരണമാറ്റം ഉണ്ടാവും. അത് ട്രംപ് ചെയ്യേണ്ടതാണ്. ട്രംപിനിപ്പോൾ പേടിച്ചിരിക്കുവാണോ, ട്രംപ് കോൺസിക്വൻസ് ഭയന്നിട്ടാണോ എന്നറിയത്തില്ല. ഇപ്പോൾ ഒബാമയായിരുന്നെങ്കിൽ ഇപ്പം